നമസ്കാരം. അമേസിംഗ് അക്കാഡമിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിലേക്ക് പ്രൊബേഷണറി എഞ്ചിനീയറിനെ വിളിച്ചുകൊണ്ടുള്ള ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കുന്നത്. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ കീഴിലുള്ള ഒരു നവരത്ന പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ്. ഇത് ഇന്ത്യയിലൊരു പ്രീമിയർ ഇലക്ട്രോണിക്സ് കമ്പനിയാണ്. ഇവർക്ക് 350-ലധികം പ്രോഡക്ട്സുകൾ ഉണ്ട്. അത് പല ഏരിയകളിലാണ് ഇവർ ഡീൽ ചെയ്യുന്നത്. അതായത് മിലിറ്ററി കമ്മ്യൂണിക്കേഷൻസ്, റഡാർ, അതുപോലെ നേവൽ സിസ്റ്റംസ്, വെപ്പൺ സിസ്റ്റംസ്, ഹോംലാൻഡ് സെക്യൂരിറ്റി, അതുപോലെ സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് അൺമാൻ സിസ്റ്റം, ഇലക്ട്രോണിക് വാർഫെയർ, ടാങ്ക് ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രോ ഓപ്റ്റിക്സ് എന്ന് പറഞ്ഞ പല മേഖലകളിലെ പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ കമ്പനിയാണ് ഇപ്പോൾ പ്രൊബേഷണറി എഞ്ചിനീയർ കാറ്റഗറിയിലേക്ക് യങ് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിനെ അപ്പോയിന്റ് ചെയ്യാനായിട്ടുള്ള ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്തിരിക്കുന്നത്. ടോട്ടൽ വേക്കൻസി 350 എണ്ണം ഉണ്ട്. ഇത് ഓൾ ഇന്ത്യ ബേസിസിൽ നടത്തുന്ന ഒരു റിക്രൂട്ട്മെന്റ് ടെസ്റ്റ് വഴിയാണ് ഇവരെ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ അഡ്വർടൈസ്മെന്റിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. അഡ്വർടൈസ്മെന്റ് നിലവിൽ വന്നത് ജാനുവരി 10-നാണ്. ഇത് 31 ജാനുവരി വരെ ആപ്ലിക്കേഷൻ ലിങ്ക് ഓപ്പൺ ആയിരിക്കും. അന്ന് വരേക്കും നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ വേക്കൻസി നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഈ വീഡിയോയിലൂടെ ഡീൽ ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ പോസ്റ്റിന്റെ പേര് എന്താണെന്ന് നോക്കാം. 2 പോസ്റ്റിലേക്കാണ് ഇവർ ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്തിരിക്കുന്നത്. പ്രൊബേഷണറി എഞ്ചിനീയർ ഇലക്ട്രോണിക്സും പ്രൊബേഷണറി എഞ്ചിനീയർ മെക്കാനിക്കൽ. ഇതിൽ ഇലക്ട്രോണിക്സിൽ 200 വേക്കൻസീസ് അവൈലബിൾ ഉണ്ട്. മെക്കാനിക്കലിൽ 150 വേക്കൻസി ആണ് ഉള്ളത്. ഇതിന്റെ സ്കെയിൽ ഓഫ് പേ പറയുന്നത് 40,000 to 1,40,000 വരെയാണ്. അതായത് CTC 13 lakh വരെ കിട്ടുമെന്നാണ് പറയുന്നത്. ഇതിൽ നിങ്ങളുടെ ബേസിക് പേ കൂടാതെ നിങ്ങൾക്ക് DA, HRA, കൺവെയൻസ് അലവൻസ്, പെർഫോമൻസ് റിലേറ്റഡ് പേ, മെഡിക്കൽ റീംബേഴ്സ്മെന്റ്, അതുകൂടാതെ വേറെ പെർക്സും ലഭിക്കുന്നതാണ്. ഇനി ഇതിന്റെ ഏജ് കണക്കാക്കുന്നത് 1/1/2025 വെച്ചിട്ടാണ്. അതായത് നമ്മുടെ ജാനുവരി 1 വെച്ചിട്ടാണ് നിങ്ങളുടെ ഏജ് കണക്കാക്കുന്നത്. മാക്സിമം ഏജ് ലിമിറ്റ് പറയുന്നത് 25 years ആണ്. ഇത് റിസർവേഷൻ കാറ്റഗറി കാൻഡിഡേറ്റ്സിന് റിലാക്സേഷൻ ഉണ്ട്. അത് എത്രയെന്ന് പറയാം. ഇത് കൂടാതെ ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉള്ള കാൻഡിഡേറ്റ്സിനും റിസർവേഷൻ ഉണ്ട്. അത് ഏതൊക്കെ ബെഞ്ച് മാർക്ക് ആണെന്നുള്ളത് ഈ നോട്ടിഫിക്കേഷനിൽ അവർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. അതായത് നിങ്ങളൊരു BE, BTech അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആയിരിക്കണം. ഇത് നിങ്ങൾ ഏതെങ്കിലും AICTE അപ്രൂവ്ഡ് എഞ്ചിനീയറിംഗ് കോളേജസിൽ നിന്നായിരിക്കണം നിങ്ങൾക്ക് ഈ ഗ്രാജുവേഷൻ ലഭിച്ചിട്ടുണ്ടാവുക. ഇനി ഏതൊക്കെ ഡിസിപ്ലിൻസ് ആണെന്ന് നമുക്ക് നോക്കാം. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ, ടെലികമ്മ്യൂണിക്കേഷൻ, അതുകൂടാതെ മെക്കാനിക്കൽ ഡിസിപ്ലിൻസ്. ജനറൽ കാൻഡിഡേറ്റ്സും OBCയിലെ നോൺ ക്രീമി ലെയറിനും അതുപോലെ EWS കാൻഡിഡേറ്റ്സിനും മിനിമം ഫസ്റ്റ് ക്ലാസ് മാർക്കെങ്കിലും ലഭിച്ചിരിക്കണം. ഇത് കൂടാതെ AMIE TE, GIE TE എന്നീ വിഭാഗങ്ങളിലും ഗ്രാജുവേഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാം. അവർക്ക് ഫസ്റ്റ് ക്ലാസ് മാർക്ക് ലഭിച്ചിരിക്കണം. ഇനി SC, ST ആൻഡ് ഫിസിക്കലി ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉള്ള കാൻഡിഡേറ്റ്സിനും പാസ് മാർക്ക് ലഭിച്ചാൽ മതി. ഇനി നിങ്ങൾ ഇതിന്റെ ഫൈനൽ ഇയറിൽ പഠിച്ചിരിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിലും, അതായത് നിങ്ങൾ ലാസ്റ്റ് സെമസ്റ്ററോ അല്ലെങ്കിൽ ലാസ്റ്റ് ഇയറോ എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് വേണമെങ്കിലും ഇതിന് അപ്ലൈ ചെയ്യാം. അപ്പൊ നിങ്ങളുടെ 6th, 7th സെമസ്റ്ററിലെ മാർക്കായിരിക്കും ഇവർ കൺസിഡർ ചെയ്യുക. ഇനി വേറെ കണ്ടീഷൻ പറയുന്നത്, അതായത് ഈ 2025 മെയ് ജൂൺ മാസങ്ങളിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്ന കുട്ടികൾക്കാണ് ഇത് എഴുതാനായിട്ട് അവർ അവസരം തരുന്നത്. അതിനുശേഷമുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. ഇനി നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ജോയിനിങ് ടൈമിൽ നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അതല്ലെങ്കിൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. ഇനി നിങ്ങളുടെ മാർക്ക് പെർസെൻറ്റേജിലല്ല OGPA അല്ലെങ്കിൽ CGPAയിലാണ് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾ അതിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യണം. അത് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണോ കൺവേർഷൻ ചെയ്യുന്നത്, കൺസേൺഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അതിന്റെ ഒരു കൺവേർഷൻ സർട്ടിഫിക്കറ്റും കൂടെ നിങ്ങൾ ഇന്റർവ്യൂ സമയത്ത് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. ഇനി നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയാണ്, പക്ഷെ നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിൽ നിങ്ങളെ അവർ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഏജ് ക്രൈറ്റീരിയ നോക്കാം. ജനറൽ കാൻഡിഡേറ്റ്സിന് 25 years ആണ് മാക്സിമം ഏജ് ലിമിറ്റ് പറയുന്നത്. ഇതിൽ SC, ST കാൻഡിഡേറ്റ്സിന് 5 years ഏജ് റിലാക്സേഷൻ ഉണ്ട്. 3 years ആണ് OBC, അതായത് നോൺ ക്രീമി ലെയറിൽ പെടുന്ന OBC കാൻഡിഡേറ്റ്സിന് 3 year ആണ് ഏജ് റിലാക്സേഷന്റെ ബെനിഫിറ്റ് ലഭിക്കുക. ഫിസിക്കലി ചാലഞ്ച്ഡ് കുട്ടികൾക്കാണെങ്കിൽ 10 years വരെ അപ്പർ ഏജിൽ റിലാക്സേഷൻ ലഭിക്കുന്നുണ്ട്. SC, ST, OBC വിഭാഗങ്ങൾക്ക് 5 അതുപോലെ 3 വർഷം വയസ്സളവ് ലഭിക്കുന്നുണ്ട്. അവരുടെ ഇടയിൽ ഇത് ഫിസിക്കലി ചാലഞ്ച്ഡ് കുട്ടികൾക്കാണെങ്കിൽ 15 years അതുപോലെ തന്നെ 13 years വരെ നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ ലഭിക്കും. ഏജ് പ്രൂഫ് കണക്കാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ആണ് കണക്കാക്കുക. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഇല്ല എങ്കിൽ ഏതെങ്കിലും കോമ്പീറ്റന്റ് അതോറിറ്റി നൽകുന്ന ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്.
ഇനി SC, ST അതല്ലെങ്കിൽ OBC അതുപോലെ തന്നെ PWBD കാൻഡിഡേറ്റ്സിന് അവരവരുടേതായ കാറ്റഗറിയിലുള്ള റിലാക്സേഷൻ കിട്ടണമെങ്കിൽ കോമ്പീറ്റന്റ് അതോറിറ്റിയിൽ നിന്ന് നിങ്ങൾ ആ വിഭാഗത്തിൽപ്പെടുന്ന ആളാണെന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് വാങ്ങിയിരിക്കണം. അപ്പൊ ഇത്രയെല്ലാം എലിജിബിലിറ്റി ക്രൈറ്റീരിയ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് BEL-India.in എന്നാണ്. അവിടെ റിക്രൂട്ട്മെന്റ് സെക്ഷനിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യാൻ നേരത്തെ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. ജനറൽ EWS OBC കാൻഡിഡേറ്റ്സിന് വരുന്ന ആപ്ലിക്കേഷൻ ഫീ 1000 rupees ആണ്. അതിന്റെ കൂടെ GST കൂട്ടി വരുമ്പോഴേക്കും ഒരു 1180 rupees ആവും ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. SC, ST, PWBD, ESM കാൻഡിഡേറ്റ്സ് ഫീസ് അടയ്ക്കേണ്ടതില്ല, അവർക്ക് ഫീസ് എക്സംഷൻ ലഭിക്കും. ഇനി ഇതിന്റെ സെലക്ഷൻ എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ടെസ്റ്റും അതുകൂടാതെ ഒരു ഇന്റർവ്യൂവും ഉണ്ടായിരിക്കും. ടെസ്റ്റിൽ നിങ്ങൾ മിനിമം 35% മാർക്കെങ്കിലും സ്കോർ ചെയ്തിരിക്കണം. അതിൽ SC, ST, PWBD കാൻഡിഡേറ്റ്സിന് 30% മാർക്ക് ലഭിച്ചാൽ മതി. ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനെയാണ് ഇവർ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന് വിളിക്കുന്നത്. ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന് ഈ പറയുന്ന പെർസെൻറ്റേജ് മാർക്ക് അനുസരിച്ച് നിങ്ങൾ പാസ്സാവുകയാണെങ്കിൽ 1:5 എന്നുള്ള റേഷ്യോയിലാണ് ഇന്റർവ്യൂവിന് കോൾ ഫോർ ചെയ്യുന്നത്. 100 മാർക്കിലായിരിക്കും ഫൈനൽ സെലക്ഷൻ നടക്കുന്നത്. അതിൽ 85 മാർക്സ് റിട്ടേൺ ടെസ്റ്റിന്റെയും 15 മാർക്സ് ഇന്റർവ്യൂവിന്റെ ബേസിലായിരിക്കും നിങ്ങൾക്ക് സെലക്ഷൻ ലഭിക്കുക. ഈ ടെസ്റ്റിന്റെ ഒരു ഡേറ്റ് അവർ പറഞ്ഞിട്ടുണ്ട്. അതായത് മാർച്ച് 2025 നടക്കുക എന്നുള്ളൊരു ടെൻറ്റേറ്റീവ് ഡേറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇത് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 2 hours ഒരു ടെസ്റ്റ് ആയിരിക്കും. അതിൽ 125 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാകുക. 100 ക്വസ്റ്റ്യൻസ് ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് നിങ്ങളുടെ എഞ്ചിനീയറിംഗ് ഡിഗ്രി ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും 100. 25 ക്വസ്റ്റ്യൻസ് ജനറൽ ആപ്റ്റിറ്റ്യൂഡും അതുപോലെ റീസണിംഗ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓരോ കറക്റ്റ് ആൻസറിനും 1 മാർക്ക് വീതം ഉണ്ടാവും. ഓരോ റോങ് ആൻസറിനും 1/4 മാർക്കാണ് ഡിഡക്ട് ചെയ്യുന്നത്. അൺഅറ്റൻഡഡ് ക്വസ്റ്റ്യൻസിന്റെ മാർക്ക് കണക്കാക്കുന്നതല്ല. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ബൈലിംഗൽ ആയിരിക്കും. അതായത് ഇംഗ്ലീഷിലും ഉണ്ടാവും അതുപോലെ ഹിന്ദിയിലും ഉണ്ടാവും. ഇനി നിങ്ങൾ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലോ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിലോ അല്ലെങ്കിൽ ഒരു ഓട്ടോണമസ് ബോഡിയിൽ എവിടെയെങ്കിലും വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇന്റർവ്യൂവിന്റെ സമയത്ത് അവിടെ നിന്നൊരു നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. ഇനി ഇവർ കുറച്ച് ജനറൽ കണ്ടീഷൻസ് പറയുന്നുണ്ട്. അതായത് ഇന്ത്യൻ നാഷണൽസിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൂടാതെ ഒരു സർവീസ് എഗ്രിമെന്റ് ഉണ്ട്. നിങ്ങൾ സെലക്ടഡ് ആവുകയാണെങ്കിൽ ഒരു 6 month ഓൺ ജോബ് ട്രെയിനിങ് പ്രോഗ്രാം ആണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അതുകൂടാതെ 2 yearsന് വേണ്ടിയിട്ടുള്ള ഒരു സർവീസ് ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ BELന്റെ ഏത് ഓഫീസിൽ വേണമെങ്കിലും വർക്ക് ചെയ്യാൻ തയ്യാറാണെന്ന് കൂടി അറിയിക്കണം. ഈ സർവീസ് കോൺട്രാക്ട് നിങ്ങൾ ബ്രീച്ച് ചെയ്യുകയാണെങ്കിൽ, അതായത് വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ 2 lakh ആയിരിക്കും ഇവർ ഫൈനായിട്ട് ഇമ്പോസ് ചെയ്യുക. ഇനി നിങ്ങൾ റിട്ടേൺ ടെസ്റ്റും അതുകൂടാതെ ഇന്റർവ്യൂവും പാസ്സായി കഴിഞ്ഞതിന് ശേഷം ഇവരുടെ മെഡിക്കൽ ബോർഡ് നടത്തുന്ന ഒരു മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. ആ ടെസ്റ്റും കൂടി പാസ്സായെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇവരെ അപ്പോയിന്റ്മെന്റ് നൽകുള്ളൂ. ഇത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ഇത് നിങ്ങൾക്ക് സൈറ്റിൽ കയറി കഴിഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ അവൈലബിൾ ആണ് എങ്ങനെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നുള്ളത്. അപ്പോൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ 1-2 കാര്യങ്ങൾ നിങ്ങൾ കരുതിയിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട്. അതായത് നിങ്ങളുടെ ഒരു വാലിഡ് മൊബൈൽ നമ്പറും അതുകൂടാതെ ഒരു ഇമെയിൽ ID നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ഈ വാലിഡ് മൊബൈൽ നമ്പർ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യാത്തൊരു നമ്പർ ആയിരിക്കണം. കാരണം ഇവരെടുത്ത് പറയുന്നുണ്ട് ഒരു 1 year വരെയെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു മൊബൈൽ നമ്പർ ആയിരിക്കണം ഇവർക്ക് കൊടുക്കുന്നതെന്ന്. കാരണം ഇതിന്റെ എല്ലാ കമ്മ്യൂണിക്കേഷൻസും ഇവർ ഇമെയിൽ വഴിയും മൊബൈൽ വഴിയായിരിക്കും തരുന്നത്. ഓഫ്ലൈൻ കമ്മ്യൂണിക്കേഷൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാറ്റസ് അറിയണമെങ്കിൽ നിങ്ങൾ ഇതിൽ ചെക്ക് ചെയ്യേണ്ടി വരും. അതിന് വേണ്ടിയിട്ടാണ് അവർ വാലിഡ് മൊബൈൽ നമ്പറും വാലിഡ് ഇമെയിൽ ID ചോദിക്കുന്നത്. ഇതുകൂടാതെ നിങ്ങളൊരു ഫോട്ടോഗ്രാഫ് കയ്യിൽ കരുതണം. ലൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ എടുത്ത ഒരു കളർ ഫോട്ടോഗ്രാഫ് ആയിരിക്കണം. ഇത് 3 weeksന് മുന്നേ എടുത്തിരിക്കുന്ന ഒരു ഫോട്ടോഗ്രാഫ് ആയിരിക്കണം. 50 KB to 100 KB വരെയാണ് ഇതിന്റെ സൈസ് പറയുന്നത്. ഇതിന്റെ ഫോമാറ്റ് JPGO അല്ലെങ്കിൽ JPEGO ആയിരിക്കണം. ഇത് കൂടാതെ നിങ്ങൾക്ക് ഒരു സ്കാൻഡ് സിഗ്നേച്ചർ ഇതിൽ അപ്ലോഡ് ചെയ്യണം. ആ സിഗ്നേച്ചർ നിങ്ങളൊരു വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് പെൻ വെച്ചിട്ടാണ് നിങ്ങൾ സൈൻ ചെയ്യേണ്ടത്. ഈ ഫയലിന്റെ സൈസ് 50 KB to 100 KB വരെ ആകാം. ഇതിന്റെ ഫോർമാറ്റ് JPGO അല്ലെങ്കിൽ JPEGO ആണ് പറയുന്നത്. ഇത് കൂടാതെ നിങ്ങൾക്ക് വേണ്ട ഡോക്യുമെന്റ്സ് മെട്രിക്കുലേഷൻ തുടങ്ങിയിട്ടുള്ള നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷന്റെ സർട്ടിഫിക്കറ്റ്സ് ആണ്. അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിന്റെ ഒരു പ്രിന്റ് ഔട്ടും അതുകൂടാതെ നിങ്ങളുടെ ഫീ പേ ചെയ്തതിന്റെ അക്നോളജ്മെന്റ് റെസീറ്റും എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. ഇത് നിങ്ങളുടെ ഫ്യൂച്ചർ കറസ്പോണ്ടൻസിന് ആവശ്യമുണ്ടായിരിക്കും. ഹാർഡ് കോപ്പി ഒന്നും BELന്റെ ഓഫീസിലേക്ക് നിങ്ങൾ സെൻഡ് ചെയ്യേണ്ട. ഇത്രയൊക്കെയാണ് ഈ നോട്ടിഫിക്കേഷനിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യേണ്ട ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾക്ക് കേരളത്തിലെ ടെസ്റ്റ് സെന്റേഴ്സ് നോക്കാം. കേരളത്തിലാകെ 4 ടെസ്റ്റ് സെന്ററുകളാണ് പറഞ്ഞിരിക്കുന്നത്. എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, തിരുവനന്തപുരം. ഇതാണ് കേരളത്തിലുള്ള 4 ടെസ്റ്റ് സെന്റേഴ്സ്. ഇത്രയൊക്കെയാണ് ഈ നോട്ടിഫിക്കേഷന്റെ മെയിൻ
ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ബാക്കി നിങ്ങൾക്ക് സൈറ്റിൽ പോയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് 31 ജാനുവരി ആണ്. അത് രാത്രി 11:59 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ വെബ്സൈറ്റിൽ തന്നെ ഇവർ പറയുന്നുണ്ട് ലാസ്റ്റ് ഡേറ്റിലോ അല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് വരേക്കും നിങ്ങൾ കാത്തിരിക്കരുത്. അതിന് മുന്നേ തന്നെ നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ നോക്കുക. കാരണം ലാസ്റ്റ് മിനിറ്റ് ചിലപ്പോൾ റഷ് ആയിട്ട് എന്തെങ്കിലും കാര്യം കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ സൈറ്റ് കിട്ടാതെ വന്നാൽ നിങ്ങളുടെ ഒരു അവസരമായിരിക്കും നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇതിന് എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്തൊരു വീഡിയോയിലൂടെ അടുത്തൊരു എഡ്യൂക്കേഷൻ കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കാരണം ഈ ജോബ് നോട്ടിഫിക്കേഷൻസ് അതുപോലെ അഡ്മിഷൻസും സ്കോളർഷിപ്സ് ഒക്കെയാണ് ഞാൻ ഈ സൈറ്റിലൂടെ കൂടുതലായിട്ടും ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെല്ലാത്തിനും തന്നെ ഒരു ലാസ്റ്റ് ഡേറ്റ് ഉണ്ടാവും. ഈ ഡേറ്റ് കഴിയുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്കിത് കാണണമെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾക്കതൊരു ഉപകാരമായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. Until then, bye from Team Amazing Academics.